രഞ്ജിനി നായരെ അധിക്ഷേപിച്ച്, അതായത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയ സഹോദരി, ജീവിക്കാനായുള്ള നെട്ടോട്ടത്തിൽ ഓടിപ്പാഞ്ഞു നടന്ന നമ്മുടെ പ്രിയ സഹോദരി രഞ്ജിത നായരുടെ മരണത്തിൽ വൃത്തികെട്ട വാക്കുകളുമായി എത്തിയ സർക്കാർ ഉദ്യോഗസ്ഥൻ പവിത്രൻ്റെ സൂക്കേട് കുറച്ച് മാറി എന്നാണ് കേൾക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മായാജി പ്രസാദ് എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: നായന്മാരെ, സ്വന്തം മന്ത്രിയെ നക്കി നായരെന്ന് വിളിച്ചിട്ട് സസ്പെൻഷനിലായിട്ട് മറ്റൊരു മന്ത്രി ഇടപെട്ട് പുല്ലുപോലെ തിരികെ വന്ന ഒരുത്തനാണ്. ഇന്നും ഇടതുപക്ഷ യൂണിയന്റെ തലപ്പത്തിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള സഖാവിന്റെ സസ്പെൻഷനും കളക്ടറുടെ പിരിച്ചുവിടാനുള്ള ശുപാർശയും പോലീസിന്റെ അറസ്റ്റും കണ്ട് മരിച്ചിട്ടും അപമാനിക്കപ്പെട്ട ആ സ്ത്രീത്വത്തിന് നീതി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിഷ്കളങ്കരെ? സർക്കാർ ഇത്രയും ചെയ്തിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നാണോ ചിന്തിക്കുന്നത്? എങ്കിൽ കേട്ടോളൂ. സർക്കാർ ഒരു തയ്യാറെടുപ്പിലാണ്. വെറും തയ്യാറെടുപ്പല്ല, അതിനു മുൻപ് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. സ്പെഷ്യൽ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത ഒരാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചാൽ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടോ? അല്ലെങ്കിൽ നീതി കിട്ടാൻ വകയുണ്ടോ? ഉണ്ട്. പക്ഷേ കേസ് കൊടുക്കേണ്ടത് അധിക്ഷേപിച്ചവനെതിരെയല്ല. ഇത്തരം അധിക്ഷേപം അനുവദിച്ചു ഇത്തരം പടുജന്മങ്ങളെ സർക്കാർ സർവീസിൽ വച്ചിരിക്കുന്ന സർക്കാരിനെതിരെയാണ്. എങ്ങനെ എന്നല്ലേ പറയാം. ഭരണഘടനയുടെ അനുച്ഛേദം 15 പ്രകാരം ഒരു പൗരനും ജാതിയുടെ പേരിൽ വിവേചനം നേരിടാൻ അനുവദിക്കാൻ പാടില്ല എന്ന ഉത്തരവാദിത്വം സർക്കാരിന് മേലുണ്ട്. അനുച്ഛേദം 32 അല്ലെങ്കിൽ 226 പ്രകാരം ആരെങ്കിലും ഒരു ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്താൽ സഖാവിന്റെ നൂലുകെട്ടിന് വായിച്ചതെടുത്ത് കോടതി ഒന്നുകൂടി വായിക്കുക മാത്രമല്ല, പലവട്ടം കിട്ടിയ പരാതികളിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കും. എന്തുകൊണ്ട് ഇയാൾ സർവീസിൽ തുടരുന്നു എന്ന ചോദ്യം വരും. ഈ പ്രവൃത്തിയിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. സർക്കാർ വിയർക്കേണ്ടി വരും. അതിനുള്ള ഉത്തരത്തിലുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് സസ്പെൻഷൻ, അറസ്റ്റ്, ശുപാർശ തുടങ്ങിയ പൊറാട്ട് നാടകങ്ങൾ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ ശുപാർശ കൊണ്ടെന്ന് സാധിക്കില്ല. സർവീസ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂ പ്രൊസീഡർ പാലിച്ച് അന്വേഷണവും എൻക്വയറിയും ഡിസിപ്ലിനറി നടപടികളുമൊക്കെ നടത്തി ഒരു 1-2 കൊല്ലം തള്ളി നീക്കാൻ ഇനി പുറത്താക്കിയാൽ തന്നെ അയാൾക്ക് അപ്പീലിന് പോയി തിരിച്ചു വരാം. സാധാരണ ഇത്തരം കേസിൽ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മനഃപൂർവ്വമായ വീഴ്ചകൾ നടപടിക്രമങ്ങളിൽ സൃഷ്ടിച്ച് തിരിച്ചു വരവിനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ പ്രത്യേകിച്ചും ഭരണ പാർട്ടിയുടെ പായ വിരിപ്പുകാരനാകുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക തരമില്ലല്ലോ. മാനസിക രോഗം എന്ന തുറുപ്പ് ചീട്ട് തന്നെ എടുക്കൂ എന്ന് ഉറക്കെ പറയുന്നുണ്ടാകും. കോടതിയിൽ കേസ് പോയാലും അത് സർവീസ് ബെഞ്ചിലായിരിക്കുമെന്ന സൗകര്യമുണ്ട്. അവിടെ സർവീസ് നിയമമാകും നോക്കുക. മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ, അതുകൂടി പറയാം. പൊതുജനം കേസ് കൊടുത്താൽ അത് പോകുന്നത് റൈറ്റ് ജുഡീഷ്യൽ എന്ന ബെഞ്ചിലാവും. അത് സർക്കാരിന് അത്ര നല്ലതല്ല. സഖാവിനെ സർവീസിൽ നിന്ന് കളയണം എന്നൊരു ഉത്തരവ് വന്നാൽ സർക്കാരിന്റെ ക്ഷീണം മാത്രമല്ല, കഴപ്പ് രോഗിയെ തിരികെ സർവീസിൽ കയറ്റാനും പറ്റില്ല. അതുകൊണ്ട് പൊറോട്ട നാടകം ആടേണ്ടത് സഖാവിന്റെ പാർട്ടിയുടെ കൂടി ആവശ്യമാണ്. ഇനി ഇതിനെ എങ്ങനെ നേരിടാം എന്നുകൂടി പറയാം. എല്ലാ വശത്തു നിന്നും ആക്രമിക്കുക എന്നൊരു രീതിയുണ്ട്, അതാണ് വേണ്ടത്. ടിയാൻ പല സ്ത്രീകളോടും ഇൻബോക്സിൽ നിർമാല്യം തൊഴാൻ പോയ തെളിവുകളുണ്ട്. പെണ്ണുങ്ങളെ മടിക്കേണ്ട, കേസ് കൊടുക്കുക. സർക്കാർ ഉദ്യോഗസ്ഥന്റെ പണി തെറിക്കാൻ കുറച്ച് കനം കൂടിയ കുറ്റമാണ് വേണ്ടത്. ഇനി മരിച്ചുപോയ സ്ത്രീയെ അപമാനിച്ചത് വെറും ഒരു ജാതി അധിക്ഷേപം മാത്രമല്ല, വിദേശത്ത് ജോലിക്ക് പോകുന്നത് വലിയ സാധനം തേടിയാണ് എന്ന സ്ത്രീകളെ മൊത്തമായി അടച്ചാക്ഷേപിക്കൽ കൂടിയാണ്. അതുകൊണ്ട് അടുത്തത് സ്ത്രീകൾ വനിതാ കമ്മീഷന് ഈ വിഷയത്തിൽ ഇടപെടാൻ നിവേദനം കൊടുക്കുക എന്നതാണ്. സംസ്ഥാന കമ്മീഷൻ തീവ്രത അളക്കാൻ പോയി ചീറ്റിപ്പോയാലും ദേശീയ കമ്മീഷനിൽ കുറച്ച് പ്രതീക്ഷ വയ്ക്കാം. ഇനിയുള്ളത് ഇന്ത്യയിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ ഇവനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുക എന്നതാണ്. ഓൺലൈൻ പരാതി ധാരാളം. ചെങ്കോടകവും ചെങ്കൊടിയും പാറിച്ച് സഖാവ് ഇന്ത്യ മുഴുവൻ കേസ് നടത്തി നടക്കണം. ഇനി ഇതൊക്കെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവനെ അകത്തിടാൻ സാധിക്കും എന്നത് കൂടാതെ അയാൾ തിരികെ സർവീസിൽ വരാതെ ഇരിക്കാൻ ഈ കേസൊക്കെ ഒരുമിച്ച് വരുമ്പോൾ സാധിക്കും. മാത്രമല്ല, ഇത്തരം അമേദ്യം ശബ്ദിക്കുന്ന കക്കൂസ് വായികൾ 2 വട്ടം ആലോചിച്ച് മാത്രമേ ഇനി ഇതിനു മുതിരൂ. കൂടെ സഖാവിന്റെ ആട്ടക്കഥയുടെ ഡീറ്റെയിൽസ് അറിയാൻ ടിയാനെ കുറിച്ച് ഇന്നേ വരെ സർക്കാരിന് കിട്ടിയ പരാതികളും അതിൽ സർക്കാർ സ്വീകരിച്ച നടപടികളുടെയും ഡീറ്റെയിൽസ് വിവരാവകാശ നിയമത്തിന് കീഴിൽ ചോദിക്കണം.
കോടതിയിൽ അത് ഉപകരിക്കും. സർക്കാരിന് മേൽ സമ്മർദ്ദവും കൂടും. നായന്മാരുടെ സംഘടനയായ NSSനും കേസ് കൊടുക്കണം കേട്ടോ. നട്ടല് ആർക്കും പണയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മാത്രം. പിന്നെ സമസ്ത നായർ സ്ത്രീകളോടും, അതിപ്പോ നായരോ പണിക്കത്തിയോ മേനോത്തിയോ പിള്ളയോ എന്തുമാവട്ടെ, പ്രതികരിക്കാൻ ശേഷിയില്ലാതെ ജാതിയുടെ പൊങ്ങച്ചം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാനത്തിന് നേരെ ഓങ്ങിയ കൈവെട്ടേണ്ടത് നിങ്ങൾ തന്നെയാണ്. കണസാ ന്യായം പറഞ്ഞിരുന്നാൽ ഇനിയും ഇതിനേക്കാൾ കേൾക്കേണ്ടി വരും. ചിന്തിക്കുക. കൂടെ നിങ്ങൾക്ക് ഉപകാരമില്ലാത്തൊരു പേടാണ് NSS എങ്കിൽ അങ്ങനെ ഒരു സംഘടന നിങ്ങൾക്ക് വേണോ എന്നുകൂടെ ചിന്തിക്കുക. അപ്പോൾ കാണട്ടെ പ്രതികരണശേഷിയുള്ള എത്ര ക്ഷാത്ര രക്തം ഉണ്ടെന്ന്. ജോയിന്റ് കൗൺസിലർക്ക് പായയോട് നല്ല താല്പര്യമാണ്. നിയമത്തിന്റെ വഴിയെ കുളിപ്പിച്ച് കിടത്താൻ പറ്റുമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇങ്ങനെയാണ് മായാജി പ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ, ഈ പവിത്രൻ എന്ന് പറയുന്ന തഹസിൽദാർക്കെതിരെ കൃത്യമായ നടപടി ആവശ്യമായി വരിക തന്നെ വേണം. ജാതി പറയുന്നത് വലിയ ക്രിമിനൽ കുറ്റമാണ്. ഇപ്പോൾ പലപ്പോഴും പലരും ജാതി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജാതിയാണ്, എൻ്റെ ജാതിയാണ് എന്നെ വലിയ പ്രശ്നം, ജാതി. ഇവിടെ ജാതി പറഞ്ഞ് ആരും ആരെയും വേദനിപ്പിക്കുന്നില്ല, ആരും ആരോടും ആർക്കും അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദേശത്തൊക്കെ പോകുന്ന സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച്, അതും മരണപ്പെട്ടു പോയൊരു സ്ത്രീയാണെന്ന് കൂടി ഓർക്കണം. ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവർക്കൊരു പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാം, കേസ് കൊടുക്കാം, കൃത്യമായ നടപടി സ്വീകരിക്കാം. മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയെ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഒരു സ്ത്രീയെ, അവരുടെ മൃതദേഹം പോലും ചിന്നിച്ചിതറി കിടക്കുകയാണ്. DNA പരിശോധനയിലൂടെ ഒക്കെ മാത്രമേ അത് കണ്ടെത്താൻ കഴിയൂ. ആ സ്ത്രീയുടെ വേദനയിൽ ഒരു നാടും ഒരു കുടുംബം മുഴുവൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ഈ കഴപ്പ് പിടിച്ച നായർ സ്ത്രീകളെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ രംഗത്തെത്തുന്നത്. ഇവനൊക്കെ ഒരിക്കൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു ജനപ്രതിനിധി കൂടിയാണ്. ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പണം വാങ്ങിയിട്ട് ജനങ്ങളെ തന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഇവനെപ്പോലുള്ളവർ ഒരു നിമിഷം പോലും സർവീസിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവൻ ഇൻബോക്സിൽ വന്ന് കഴപ്പ് തീർത്ത പെണ്ണുങ്ങളെ നിങ്ങൾ അതിലൂടെ നല്ല മറുപടി ഇവന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും പോരാ. ഇവനെതിരെ കൃത്യമായ മറുപടി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇവനെതിരെ കൃത്യമായ കേസ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇവനെപ്പോലുള്ളവന്മാർ, അതായത് ഈ ഫേസ്ബുക്കിൽ പെണ്ണുങ്ങളുമായി ഇങ്ങനെ അഴിഞ്ഞാടി ഈ വൃത്തികേട് കാണിച്ച് ഒക്കെ നടക്കുന്ന ഇത്തരം കഴപ്പ് പിടിച്ച കുറേ അവന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവന്മാരൊക്കെ ഇനി ഇത്തരം ഒരു കേസ് വന്നാൽ, ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ചാൽ, ജാതി പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ഇത്തരത്തിൽ മോശക്കാരികളാക്കിയാൽ, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന സ്ത്രീകളൊക്കെ മോശക്കാരികൾ എന്ന രീതിയിൽ ചിത്രീകരിച്ചാൽ, അവന്മാരെ ഒന്നും ഇനി പുറം ലോകം കാണാത്ത രീതിയിൽ നമ്മൾ പൂട്ടണം എന്നുള്ളതാണ്.